ഹലോ. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് നേരെ ദേ അടുക്കളയിലേക്ക് കണ്ടു പോകുന്നത്. എന്ത് കറി ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നിപ്പോഴുണ്ടോ 2-3 മുട്ട ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് മുട്ട വെച്ചിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അമ്മ ദേ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ചോദിച്ചു വന്നതല്ലേ, അമ്മയടുത്തൊക്കെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരിഞ്ഞ് തന്നേരാമേ, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. വെറും മുട്ടക്കറി അല്ല, ബുൾസൈ മുട്ടക്കറി. അതിനായിട്ട് ദേ മുട്ട എടുത്തിട്ട് ചീഞ്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ പിന്നെ ബുൾസൈ മുട്ടക്കറിയാണല്ലോ ഉണ്ടാക്കണേ, അപ്പോൾ ബുൾസൈയുടെ പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുട്ട വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ എടുക്കണേ. ആ ബുൾസൈയുടെ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. എങ്ങാനും പൊട്ടിപ്പോയിട്ട് വെളിച്ചെണ്ണ വീണ് കഴിഞ്ഞാൽ അവിടെ ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്ലോപ്പായി പോകാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. ഇനി നമുക്ക് എത്ര മുട്ട വേണമെന്ന് പറഞ്ഞാൽ ആളെണ്ണത്തിനനുസരിച്ച് അത്രയും മുട്ട എടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ ഇവിടെ 4 അംഗങ്ങളുള്ളതുകൊണ്ട് ഞാൻ 4 മുട്ടയാണ് ഇങ്ങനെ ആക്കി എടുത്തേക്കണത്. അതേ 4 അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അമ്മ അതേ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ആ മുട്ട വറുത്ത എണ്ണയിൽ തന്നെ അതേ സവാള ഇട്ടിട്ടുണ്ട്. ആ സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളത് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ വെച്ചിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ഇടുക കേട്ടോ. എന്നിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. തക്കാളി നല്ലോണം ഉടഞ്ഞ് വേവണം കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാനും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഇതേ സവാളക്കൂട്ടും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഓരോ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം നമ്മുടെ മുട്ട പുളിസി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് നമ്മൾ അതിലുള്ള ചാറൊക്കെ മുട്ടയുടെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടൻ ചോറും പിന്നെ ഇത് ഇപ്പം ഉണ്ടാക്കിയ ആ മുട്ട പുളിസൈ കറിയും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളിയുണ്ട്. പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ രസമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ മുട്ട ഉണ്ടാക്കി നോക്കണത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ എപ്പോഴും സാധാരണ മുട്ട പുഴുങ്ങിയൊക്കെയല്ല എല്ലാവരും ഇടാറ്. ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത്